ലൈംഗിക ചൂഷണ ആരോപണങ്ങളെ തുടർന്ന് പൊതുപരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്ന പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും സജീവമാകാൻ ഒരുക്കം തുടങ്ങിയിരിക്കുകയാണ്. കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ ഇന്ന് ആരംഭിച്ച നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. സഭയിലെത്തുന്നത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുമെന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ളവരുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം സഭയിലെത്തിയതെന്ന വാർത്തകൾ ഉയർന്നതോടെ രാഹുൽ വിശദീകരണവുമായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി. എന്നാൽ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളോടും മറു ചോദ്യങ്ങളോടും രാഹുൽ ഇന്നും കൃത്യമായ പ്രതികരണം നടത്തിയിട്ടില്ല. വി.ഡി. സതീശനോ മറ്റു നേതാക്കളോ സഭയിൽ വരേണ്ടതില്ലല്ലോ എന്ന് നിർദ്ദേശിച്ചിരുന്നോ എന്ന ചോദ്യത്തിനും മറുപടി നൽകിയില്ല. ലൈംഗിക ചൂഷണ ആരോപണങ്ങൾ ഉയർന്ന ശേഷം തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറാകാതെ മടങ്ങുന്നതാണ് രാഹുലിന്റെ പതിവ്. യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷനൊപ്പമായിരുന്നു രാഹുൽ സഭയിലെത്തിയത്. പാർട്ടി നടപടി നേരിടുമ്പോഴാണ് യൂത്ത് കോൺഗ്രസ് നേതാവും രാഹുലിനൊപ്പം ചേർന്നത്. രാഹുലിനെതിരെയുള്ള പാർട്ടി നടപടികളിൽ വി.ഡി. സതീശന്റെ നിലപാടുകളിൽ യൂത്ത് കോൺഗ്രസിൽ നിന്ന് വിമർശനം ഉയരുന്നതിനിടെയുള്ള ഈ നീക്കം കോൺഗ്രസിൽ പുതിയ ചർച്ചയായിട്ടുണ്ട്. എംഎൽഎ എന്ന നിലയിൽ രാഹുൽ നിയമസഭയിൽ വരുന്നത് അദ്ദേഹത്തിന്റെ അവകാശമാണെന്ന് കെ.പി.സി.സി. അധ്യക്ഷൻ സണ്ണി ജോസഫും കെ. മുരളീധരൻ അടക്കമുള്ള മറ്റ് നേതാക്കളും പ്രതികരിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ ഒപ്പം എത്തിയത് സംബന്ധിച്ച് നേതാക്കൾ പ്രതികരിച്ചതുമില്ല. ഷാഫി പറമ്പിൽ എം.പിയും ഈ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി. സ്വന്തം വാഹനം ഒഴിവാക്കി സുഹൃത്തിന്റെ വാഹനത്തിലാണ് രാഹുൽ നിയമസഭയിലെത്തിയത്. വി.എസ്. അച്യുതാനന്ദൻ, വാഴൂർ സോമൻ, പി. തങ്കപ്പൻ തുടങ്ങിയ നേതാക്കളെ അനുസ്മരണം മാത്രമായിരുന്നു ഇന്ന് സഭയിലുണ്ടായിരുന്നത്. ഈ സഭാ സമ്മേളനം ആരംഭിച്ച ശേഷമാണ് രാഹുൽ കയറി വന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി അറിയിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സ്പീക്കർക്ക് കഴിഞ്ഞ ദിവസം കത്ത് നൽകിയിരുന്നു. CPM-മായി കലഹിച്ചപ്പോൾ മുൻ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട PV അൻവറിനെ ഇരുത്തിയ സീറ്റാണ് രാഹുലിന് നൽകിയത്. പ്രതിപക്ഷ നിരയിലെ ഏറ്റവും പിന്നിലെ സീറ്റാണിത്. സഭാ നടപടികൾ പൂർത്തിയാക്കും മുൻപേ തന്നെ ഇറങ്ങിയ രാഹുൽ മാധ്യമങ്ങളോട് കൈവീശി കാണിച്ചുവെങ്കിലും പ്രതികരണത്തിന് തയ്യാറായതുമില്ല. ഭരണപക്ഷം പ്രതിഷേധമുയർത്തുമെന്ന സൂചനകൾക്കിടയിലായിരുന്നു രാഹുൽ സഭയിൽ നിന്നും നേരത്തെ തന്നെ ഇറങ്ങിയത്. നേരെ MLA ഹോസ്റ്റലിലേക്ക് പോയ രാഹുലിന് നേരെ പിന്നീട് DYFI പ്രവർത്തകരും SFI പ്രവർത്തകരുടെയും പ്രതിഷേധമുണ്ടായി. പോലീസ് പ്രവർത്തകരെ പിടിച്ചുമാറ്റിയ ശേഷം രാഹുലിനെ കടത്തിവിടുകയും ചെയ്തു. പിന്നീട് നിയമസഭയുടെ പ്രധാന കവാടത്തിന് മുന്നിലെത്തിയാണ് രാഹുൽ മാധ്യമങ്ങളോട് സംസാരിച്ചത്. വരും ദിവസങ്ങളിൽ രാഹുൽ സഭയിലെത്തി ചർച്ചകളിൽ പങ്കാളികളാകുമെന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. എന്നാൽ രാഹുൽ ഈ ചോദ്യത്തിനൊന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഭരണപക്ഷത്തിന് ആയുധം നൽകാതിരിക്കാൻ രാഹുൽ മാറി നിൽക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ താൽപര്യം. എന്നാൽ കോൺഗ്രസിൽ ഒരു വിഭാഗം ഇതിനോട് യോജിക്കാത്തതിനാൽ തന്നെ പാർട്ടിയിലെ തർക്കം തീർന്നിട്ടുമില്ല. പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടതിനാൽ സഭയിൽ വന്നു കഴിഞ്ഞാലും രാഹുലിന് പ്രതിപക്ഷത്തിന്റെ ഭാഗമായി ചർച്ചയിൽ പങ്കെടുക്കാനോ ഇടപെടാനോ സാധിക്കില്ല. സാമാജികൻ എന്ന അവകാശത്തിലുള്ള നടപടിക്രമങ്ങളിൽ മാത്രമേ പങ്കെടുക്കാനാവൂ എന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉയർത്തുന്ന ഏത് ആരോപണങ്ങളെയും പ്രതിരോധിക്കാൻ രാഹുലിന്റെ സാന്നിധ്യം ഉപയോഗപ്പെടുത്തുമെന്ന വാദമാണ് വി.ഡി. സതീശൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതിനിടെയാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷനും രാഹുലിനൊപ്പം തന്നെ പ്രത്യക്ഷപ്പെട്ടത്. ഇത് ഭരണപക്ഷം ആയുധമാക്കിയേക്കാനും സാധ്യതയുണ്ട്. രാഹുലിനെതിരായ നടപടികളിൽ വി.ഡി. സതീശന്റെ കടുത്ത നിലപാടുകളോടുള്ള പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിന്റെ ഭാഗം കൂടിയാണ് ഇത്തരമൊരു നീക്കമെന്നാണ് സൂചന. സതീശനെതിരെ രാഹുലിനെ അനുകൂലിക്കുന്നവരുടെ ഭാഗത്തു നിന്ന് സൈബർ ആക്രമണങ്ങൾ തുടരുന്നതിനിടെയാണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ അരങ്ങേറിയത്. എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും സർക്കാരിനെതിരായ പ്രവർത്തനങ്ങളുമായി ഏറ്റവും ശക്തമായി മുന്നോട്ട് പോകാനും അവരുടെ സമയവും ഊർജ്ജവും അതിനുവേണ്ടി ചെലവഴിക്കാനും രാഹുൽ പുറത്തു വന്ന സമയത്ത് മാധ്യമങ്ങൾ മുഖേന ആവശ്യപ്പെട്ടിരുന്നു.